ഹലോ ഫ്രണ്ട്സ്, ആൻഡമാനിലെ ബരാട്ടാങ് ദ്വീപിലുള്ള ലൈം സ്റ്റോൺ കേവ് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ബരാട്ടാങ്ങിൽ നിന്നും 12 കിലോമീറ്റർ സ്പീഡ് ബോട്ടിലൂടെ യാത്ര ചെയ്ത് യാത്ര മാംഗ്രൂവ്സിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. നല്ല രസമുള്ള യാത്ര. അങ്ങനെ യാത്ര ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. അവിടുന്ന് പിന്നെ 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്താണ് നമ്മൾ ഗുഹാമുഖത്തോട്ട് എത്തിപ്പെടുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനടിയിൽ രൂപപ്പെട്ട ചുണ്ണാമ്പുകല്ല് നാച്ചുറൽ കലാമിറ്റിയിലൂടെ വെളിയിൽ വന്ന് ഗുഹയായി രൂപാന്തരപ്പെട്ടതാണ് ഈ ലൈം സ്റ്റോൺ കേവ്സ്. അങ്ങനെ ഭൂമിയിൽ കുറേ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു. നമുക്ക് വിസിബിളായിട്ട് കാണുന്നത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ. അതിലൊന്നാണിത്. ബരാട്ടാങ്ങിൽ തന്നെയുള്ള ഒരു സൂരജ് എന്ന് പറഞ്ഞ ബാഗിട്ട് നടക്കുന്ന പയ്യനാണ് നമ്മുടെ ഗൈഡായിട്ട് വന്നത്. അവൻ ഹിന്ദിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഇതിനെക്കുറിച്ച്. എനിക്ക് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലുക്ക് പോലെയാണ് തോന്നിയത്. പ്രകൃതി ഭംഗിയായാലും വയലുകൾ പോലായാലും ഒക്കെ അങ്ങനെ തന്നെ. ആകെ ഏകദേശം 8-10 വീടുകളെ അവിടെ ഉള്ളൂ. അവിടെ ഉള്ളൊരു കാര്യങ്ങളെ മേയിച്ചും ചെറിയ ചെറിയ ബിസിനസ് അവിടെ തന്നെ ഈ ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് വേണ്ടി ചെയ്തൊക്കെയാണ് അവർ ജീവിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ഇവർ ബോട്ടിൽ വള്ളത്തിലൊക്കെ കയറി ബരാട്ടാങ്ങിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുഹാമുഖത്തെത്തി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്ലുകൾ വെച്ച് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫീലാണ്. ഇത് ഡെഡായിട്ടുള്ള ചുണ്ണാമ്പ് കല്ലാണ്. നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറി. നേരത്തെ 100 മീറ്ററായിരുന്നു ഇതിൻ്റെ നീളം. പിന്നെ കഴിഞ്ഞ സുനാമിയിൽ തമ്മിൽ കൂട്ടിയിടിച്ച് ജോയിൻ്റായി ഇപ്പം 40 മീറ്റർ വരെ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അപ്പോൾ അതിനെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് ഈ മുകളിൽ നിന്നും താഴോട്ട് വളരുന്ന സ്റ്റലാക്ടൈറ്റ് ഉണ്ട്, താഴെ ഭൂമിയിൽ നിന്നും മുകളോട്ട് വളരുന്ന സ്റ്റാലാഗ്മിറ്റ് ഉണ്ട്. അങ്ങനെ അതിന് 2 തരം പേരാണ് അറിയപ്പെടുന്നത് ഈ ചുണ്ണാമ്പുകലുകൾക്ക്. ഒരു വർഷം കൊണ്ട് ഏകദേശം 1 ഇഞ്ചാണ് ഇത് വളരുന്നതെന്നാണ് പറഞ്ഞത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത് അത്രയായത്. ഇതിപ്പോഴും കൂട്ടിമുട്ടിയിട്ടില്ല. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം മുട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്ന് വെച്ചാൽ വേരിനകത്തൂടെ ഈ ചുണ്ണാമ്പുകല്ല് വന്ന് രൂപാന്തരപ്പെട്ട വേറൊരു തരം രൂപമാണ്. പലതരം രൂപത്തിലാണ് ഇത് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. നമുക്കിത് ഇങ്ങനെ തോന്നുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. ഈ സിലിക്കയും മൈക്കയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന് ഈ ഷൈനിങ് ഉണ്ടാകുന്നത്. പലതരം രൂപം നമുക്ക് ഫീൽ ചെയ്യും. താമരമൊട്ട് പോലെ, പിന്നെ ഗണപതിയുടെ രൂപം പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ആനയുടെ രൂപം, സിംഹത്തിൻ്റെ രൂപം ഒക്കെ നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യും. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഒന്നാമത് നല്ല ഗുഹ ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ്. അതിനകത്ത് ഈ ടോർച്ച് ഇങ്ങനെ തെളിയിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. അത് പുതിയ ഗ്രോ ചെയ്യുന്നതുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, വളരുകയാണ്. നമുക്കിങ്ങനെ വെള്ളത്തുള്ളികൾ വീഴുന്ന പോലെ അത് കാണാൻ പറ്റും. അത് ആ വെള്ളത്തുള്ളികൾ വീണിട്ടാണ് ഇത് വളരുന്നത്. ചിലത് പയ്യൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്താൽ അത് ഡെഡായി പോകുമെന്ന്. നമുക്ക് കാണുമ്പോൾ ഒന്ന് തൊട്ട് നോക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളാരും തൊട്ടില്ല. ഇങ്ങനെ തൊടാതെ, കാരണം നമ്മൾ മുഖേന ഡെഡാവണ്ടല്ലോ എന്ന് ഓർത്ത്. ഭയങ്കര ഷൈനിങ് ആയത്. നല്ല രസമാണത് കാണാൻ. പുതിയത് വളരുന്നുമുണ്ട്. അതാണ് കുറച്ചുകൂടെ നല്ല രസമാണ് കാണാൻ. പിന്നെ അങ്ങനെ പലതരത്തിൽ രൂപത്തിൽ ശരിക്കും ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്, പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പം വെളിയിലിറങ്ങി. വെളിയിൽ അവരുടെ ഈ അവിടുത്തുകാരുടെ തന്നെ നടത്തുന്ന ചെറിയ മാടക്കടകൾ പോലത്തെ കടകളാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാവെള്ളം കിട്ടും. പിന്നെ ഇവിടെ നല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ്. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും നല്ല പ്രത്യേകതയായിട്ട് തോന്നിയത്. ഭയങ്കര നീറ്റാണ്. എന്ത് വൃത്തിയായിട്ട് അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നറിയോ. അങ്ങനെ ഒരു വീടാണത്. അതൊരു വേലി വെക്കിനെ കെട്ടി ആ വീട് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി, ചെറിയ ഭംഗിയുള്ള വീട്. ശരിക്കും നല്ല ഒരു പ്രകൃതി രമണീയം. നമ്മുടെ ഇവിടെ പുല്ല് വിരിച്ചതുപോലെയാണ് അവരവിടുത്തെ പരിസരം മൊത്തം അങ്ങനെ തന്നെയാണ്. പിന്നെ മാംഗ്രൂവ്സിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ തിരിച്ച് വന്നിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, ഒരു വാക്കിംഗ് ത്രൂ എ മാജിക്കൽ വേൾഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് അഡ്വെഞ്ചർ ആൻഡ് ബ്യൂട്ടി. അതാണ് ലൈം സ്റ്റോൺ കേവ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു മഹാ അത്ഭുതം.